വേണ്ട മതി പൃഥ്വി കിരൺ വേണ്ട വേണ്ട പൃഥ്വി അടങ്ങി നിൽക്ക്. എന്ത് ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടന്മാരാ അവര്. നിനക്കും കൊള്ളൂ. പൃഥ്വി കിരൺ വേണ്ട മതി പൃഥ്വി കിരൺ വേണ്ട വേണ്ട പൃഥ്വി അടങ്ങി നിൽക്ക്. എന്ത് ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടന്മാരാ അവര്. പൃഥ്വി എന്താ പറ്റി? ആരവരൊക്കെ? എന്തുവാ എന്താ എന്തോ ബഹളം കേട്ടെ?
ഇവിടെ എന്തോ ഒരു ഒച്ച മേളോ കേട്ടെ. കിരൺ പോയെ റൂമിലേക്ക് പോയെ. പൃഥ്വി ചെല്ല് ചെല്ല് പോയി കിടക്കാൻ നോക്ക്. ഓ ഓ ഒരുമേ എന്തോ ഇവിടെ കേട്ടെ. എന്താ എന്തോ ഇവിടെ എന്താ കേട്ടെ. പൂർണിമേ? ബഹളമായിരുന്നു. എന്താ മോളെ? എന്തുവാ? എന്താ കാര്യം? മന്ത്രിയുടെ ഗുണ്ടകളാ വന്നേന്ന് തോന്നുന്നു. എന്താ? മന്ത്രിയുടെ ഗുണ്ടകളാ? ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടിയാലേ ഇങ്ങനെ ഇരിക്കും. അയ്യോ, ഇതിപ്പോ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും നമുക്ക് വേണ്ടാന്ന്. ശരിയാ പൂർണിമേ, അവരിപ്പോ നിന്നെ കൊല്ലാൻ ആളെ വിടുന്ന അവസരമായില്ലേ. ആ, അവരെ പോലുള്ളവർക്ക് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണ്. ചെറിയച്ഛനും ഇപ്പൊ ഇങ്ങനെ തന്നെയാണോ പറയുന്നേ? എന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ എന്തിനു വേണ്ടി ശ്രമിച്ചെന്നുള്ള കാര്യം ചെറിയച്ഛന് മറന്നുപോയോ? പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്, എത്രയോ ബിസിനസ് ചെയ്യാം. പക്ഷെ അതിനൊന്നും പോവാതെ എന്തിനാ നമ്മൾ ഈ ചാനൽ നടത്തുന്നേ? പൃഥ്വി, നിനക്കതറിയോ? നമ്മുടെ മുത്തശ്ശൻ ആരായിരുന്നു എന്നറിയോ നിനക്ക്? അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നാടിന്റെ നന്മയ്ക്ക് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ മടിയില്ലാത്തൊരു ത്യാഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന ഈ നാട്ടിലെ അഴിമതിക്കും അനീതിക്കുമെതിരെ എന്റെ അച്ഛൻ പേന ആയുധമാക്കിയത്. ആ അച്ഛന്റെ മകളാ ഞാൻ. എന്റെ കൺമുന്നിൽ ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നും ഞാൻ അനുവദിക്കില്ല. ചേച്ചി, ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. ഇന്ന് നാടിനെ സ്നേഹിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചേ പറ്റൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവർക്കേ നിലനിൽപ്പുള്ളൂ. അതെ, ആശി പറഞ്ഞതാ ശരി. അന്യായങ്ങൾക്കെതിരെയും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള ഒരു ആയുധമാണ് നമ്മുടെ ചാനൽ. അത് മുൻപോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ ചെറിയച്ച, അങ്ങനല്ലേ വേണ്ടത്? ഒക്കെ ശരി തന്നെ. എല്ലാത്തിലും വലുത് നമുക്ക് വേണ്ടത് മനസമാനം തന്നെയാ, ഇല്ലടി നീരജ? അത് കളഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മളെ ധ്വനിമോള് പോലും മോളി പേടിച്ചിടന്ന് ഉറങ്ങുകയാണ്, അറിയോ? നാളെ അഷിക്ക് ഒരു കുഞ്ഞു കൂടി ജനിക്കും. ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എങ്ങനെയാവുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. എല്ലാത്തിനും കാരണം ആ നിൽക്കുന്ന കിരണും ദുർഗയാ. ഇവരാ പൂർണിമേച്ചെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നേ. അതെ അതെ.